ശ്രീ എം പ്രകാശൻ, ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഇങ്ങനെയൊരു പരിപാടി തുടങ്ങാനുള്ള തീരുമാനം വന്നപ്പോഴേ കോടതിയിൽ പല ഹർജികളായി പോയി. 7 ഹർജികളെങ്കിലും പോയിട്ടുണ്ട്. ആ ഹർജികൾ വന്ന സമയത്ത് കോടതി ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത് സർക്കാരിന്റെ പണം കൊണ്ടാണോ, ദേവസ്വം ബോർഡിന്റെ പണം കൊണ്ടാണോ? അല്ല, സ്പോൺസർഷിപ്പ് വഴിയാണ് പണം കണ്ടെത്തുക എന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തു. പക്ഷെ ആ ഉപാധികൾ ലംഘിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി നടത്താൻ കോടതി അനുമതി നൽകിയത്. അപ്പോൾ കോടതിയെ പറ്റിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊരു പരിപാടി നടത്തിയത്? ശ്രീ എം പ്രകാശൻ, ഇന്ന് രാജ്യമാകെ തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായി ഒരു വലിയ സമരം നടക്കുന്ന ഈ ദിവസം അതായിരിക്കും താങ്കളുടെ മാധ്യമം ചർച്ച ചെയ്യുക എന്നാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ നിങ്ങൾക്ക് അത് വാർത്തയാവില്ല. കാരണം BJPക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ആ വാർത്തയിൽ, ആ ചർച്ചയിൽ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുക. ഇന്നിപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം അത് വെട്ടിപ്പ് സംഗമമോ എന്നുള്ള വിഷയമാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് ഒരു പുതിയ വഴി വെട്ടിത്തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് വലിയ നിലക്കുള്ള അഴിമതി നടന്നിരിക്കുന്നുവെന്നും മുഴുവൻ പൈസയും സ്പോൺസറായി വാങ്ങിച്ച അത്തരമൊരു കൊടിമരത്തിൻ്റെ മാറ്റം 27 പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ യാതൊരു കണക്കുമില്ലാതെ പിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഗൗരവമായ വിഷയമാണ് യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ആ വിഷയത്തിൻ്റെ പ്രാധാന്യം കുറക്കാനും ആ വിഷയത്തിലേക്ക് ചർച്ച തിരിയാതിരിക്കാനും വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു വിഷയത്തിലെ കണക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്നലെയും ഇന്നുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ പത്രക്കാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. 4 കോടി റുപ്യ ഇതുവരെ അതിനുവേണ്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കണക്കുകൾ സെറ്റിൽ ചെയ്തിട്ടില്ല. ഞങ്ങളത് സംബന്ധിച്ച് ഓഡിറ്റ് നടത്തിയിട്ടില്ല. ഓഡിറ്റ് നടത്തി ആ കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ എന്തോ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാക്കിയിട്ട് വ്യാഖ്യാനിച്ച് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചമക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വരുന്ന ദിവസത്തേക്ക് ആ കേസ് വെച്ചിട്ടുണ്ട്, 10 ദിവസം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം ദേവസ്വം ബോർഡ് പറയുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞു പോരെ ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ട ഈ ആക്ഷേപങ്ങൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് വ്യക്തമാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം കോടതി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നോക്കൂ, കോടതി പറഞ്ഞ കാര്യങ്ങളും കോടതി ചോദിച്ച കാര്യങ്ങളും കോടതി ചോദിച്ചിരിക്കുന്ന വിശദീകരണമാണ് എന്റെ ചോദ്യങ്ങൾ. കോടതിയിലേക്ക് ഈ സ്പെഷ്യൽ കമ്മീഷണർ വെറുതെ അങ്ങ് പോവുകയല്ലോ. ഈ പരിപാടി നടത്തി 45 ദിവസങ്ങൾക്കകം കണക്കുകൾ ബോധിപ്പിക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. 45 ദിവസം കഴിഞ്ഞു, 50 ദിവസം കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു. അവസാനം കോടതി ചോദിച്ചു, എവിടെ റിപ്പോർട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് കോടതി കടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെ 144-ാം ദിവസമാണ് ഈ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുമായി സ്പെഷ്യൽ കമ്മീഷണർ പോകുന്നത്. അല്ലേ? സ്പെഷ്യൽ കമ്മീഷണർ വേറിട്ട സംവിധാനമായി അവിടെ പ്രവർത്തിക്കുകയല്ലോ. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറാണ്. ദേവസ്വം ബോർഡ് നൽകിയ വിവരങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണോ കോടതി പറഞ്ഞത്, കോടതി ചില ഉപാധികളോടുകൂടിയാണ് ഈ പരിപാടി നടത്താൻ പറഞ്ഞത്. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണം, ജനങ്ങളുടെ പണം എടുത്ത് ഈ പരിപാടി നടത്തരുത് എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരുന്നതാണ്. 75-ാം വാർഷികമോ പ്ലാറ്റിനമോ എന്തെങ്കിലും ആകട്ടെ, അത് സർക്കാർ ആദ്യം പറഞ്ഞിരുന്ന വിശദീകരണമാണ്. ഇതൊക്കെ കോടതിയോടും പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞതാണ് പണം സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കണം, ദേവസ്വം ബോർഡിന്റെ പണം എടുക്കരുത്. എന്നിട്ട് എന്താണ് ചെയ്തത്? ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് തുക ചെലവാക്കിയത്. ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ആ തുക കിട്ടിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വരവും ചെലവും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റിയത് എന്നുകൂടി കോടതി ഇപ്പോൾ കണ്ടെത്തുകയാണ്. ഇതിൽ ഇനി വിശദീകരണം നൽകേണ്ടതുണ്ട്. കൃത്യമായ വിവരം അടുത്ത ദിവസം നൽകണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഈ വിമർശനങ്ങളല്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? എല്ലാ സ്മൃതി, ഇവിടെ ഇപ്പോൾ ഈ ആഴ്ച കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഏറ്റവും വലിയ ഉത്തരവ് എന്താ? അത് കൊടിമരവുമായി ബന്ധപ്പെട്ട വിജിലൻസ് എൻക്വയറിയാണ്. പ്രയാർ ഗോപാലകൃഷ്ണനും അജിത്ത് തറയിലും ഉൾപ്പെട്ടിരിക്കുന്ന കോടികളുടെ അഴിമതി സംബന്ധിച്ചുള്ള വിജിലൻസ് എൻക്വയറിയാണ് ഈ ആഴ്ചത്തെ ശബരിമല പ്രധാനപ്പെട്ട വിഷയം.
അതല്ലാതെ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടല്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് 5 കോടി ഉറുപ്പിക ചിലപ്പോൾ 75ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടത്താൻ ബോർഡ് തന്നെ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് നടത്തുന്നു. അന്യായമായ കാര്യമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും കോടതി ചോദിച്ചിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിയത് അല്ലേ? നോക്കൂ, ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, നമുക്ക് ഇതിൽ മന്ത്രി വി എൻ വാസവൻ നടത്തിയ പ്രതികരണങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. പറയൂ, എന്താണോ ഞാൻ പറയുന്നത്? ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ കോടികളുടെ സ്വർണം കട്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ മേലെ വിജിലൻസ് എൻക്വയറിയാണ്. എൻക്വയറിയോടെ അങ്ങ് ചില ഹെഡ്ലൈൻസ് നിശ്ചയിക്കുന്നുണ്ട്. അങ്ങ് നിശ്ചയിച്ച ഹെഡ്ലൈൻസ് ഇവിടെ വാർത്തയായി പോയിട്ടുണ്ട്. അങ്ങ് പറയുന്ന ഇന്നത്തെ പൊതുപണിമുടക്ക് അല്ല, പറയട്ടെ, അല്ല, അങ്ങ് പറഞ്ഞു അങ്ങയുടെ ബോധ്യത്തിൽ തോന്നിയ കാര്യം ഒന്നാമത്തെ തലക്കെട്ടാണെന്നേ ചർച്ച ചെയ്യുന്നത്. അങ്ങീ പറയുന്ന കൊടിമരം നമ്മൾ ചർച്ച ചെയ്ത് നോക്കൂ. ശ്രീ എം പ്രകാശൻ കേൾക്കൂ, കൊടിമരം 2 ദിവസം 3 ദിവസമൊക്കെ കൊടിമരം ചർച്ച ചെയ്തുന്നേ. ഇനി ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ കൂടി പറയുന്നേ. പറയേണ്ടവർ പറയണ്ടേ? ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം പറയണ്ടേ? കോടതിയെ പറ്റിച്ചോ? അല്ല, കോടതി ഇക്കാര്യം അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ മേലെയുള്ള സംശയങ്ങൾ കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പ്രതീതികൾ തീർച്ചയായിട്ടും ആ കാര്യം പറയല്ലോ. ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ടവർ ആ കാര്യം സംബന്ധിച്ച് പ്രാഥമികമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഒന്ന്, ദേവസ്വം ബോർഡ് ഇതുവരെ അതിന്റെ മേലെ ഓഡിറ്റ് നടത്തിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ദേവസ്വം അത് കോടതി തീരുമാനിക്കും. അത് റിപ്പോർട്ട് തീരുമാനിച്ചു. കോടതി 45 ദിവസത്തിനകം ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് നൽകണം പറഞ്ഞതാണ്. കോടതി അലക്ഷ്യമാണെന്ന് പറയേണ്ടത് സ്മൃതിയല്ലെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് കോടതി അലക്ഷ്യമാണെന്ന് പറയേണ്ടത് സ്മൃതിയല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. സമയപരിധി കഴിഞ്ഞപ്പോൾ കോടതി ചോദിച്ചു എവിടെ കണക്ക് എന്ന് ചോദിച്ചപ്പോൾ സമയം തേടി പറയുന്നു ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇതാ കണക്കുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ സമയം തരൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ചുകൂടെ സമയം തരൂ എന്ന് പറഞ്ഞ ശേഷം കൊടുത്ത കണക്കാണ് തന്നെ. ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്തു, ജനത്തിന്റെ പൈസ എടുത്ത് സർക്കാർ പരിപാടി നടത്തി, രാഷ്ട്രീയ പരിപാടി നടത്തി. ഇതാണ് വിമർശനം. ഇതായിരുന്നു പരിപാടിക്കെതിരെ പോന്ന ഹർജികളുടെ വിമർശനം. അതിൽ നിങ്ങളുടെ വ്യാഖ്യാനവും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ LDF ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിനെ പർവ്വതീകരിക്കലാണല്ലോ ഉത്തരവാദിത്തം. ഞാൻ പറയട്ടെ, അതേ ഹൈക്കോടതിയാണ് വിജിലൻസ് എൻക്വയറി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കതിൽ വാർത്തയല്ല. ഞാൻ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്താനിടയാ ഗവൺമെന്റ് നടത്തിയല്ല, നടത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് പറഞ്ഞെന്താ? ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് ഇന്ന് ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പന്മാർ വരുന്നുണ്ട്. അവർക്ക് അവരുടെ സൗകര്യങ്ങളുടെ വിഷയമുണ്ട്. അയ്യപ്പന്റെ കേന്ദ്രം കുറെ കൂടി വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയുണ്ട്. ഈ പദ്ധതിയെ സംബന്ധിച്ച് സംസാരിക്കാനും വിശദീകരിക്കാനും അവരുടെ സഹായം തേടാനുമാണ് ഈ സംഗമം. അത് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് നടത്തിയ ഒന്നല്ല അത്. പക്ഷെ നിങ്ങൾ പറഞ്ഞെന്താ? ഗവൺമെന്റ് ആണ് നടത്തിയത്, ഗവൺമെന്റ് അല്ല നടത്തിയത്. അതുപോലെ നിങ്ങളെന്ന് പറഞ്ഞൊരു കളവെന്താ? നിങ്ങൾ പറഞ്ഞു അതിനകത്ത് ആളെ ഉണ്ടായി, നിങ്ങൾ ഫോട്ടോ ഒക്കെ കാണിച്ചല്ലോ. അതിനകത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായ നിലക്ക് വന്നല്ലോ. അത് 4000 പേരെന്ന് പറഞ്ഞ് സദ്യക്ക് കൊണ്ടുവന്ന ഭക്ഷണം കുഴിച്ചുകൂടി കുഴിയിട്ട് മൂടേണ്ടി വന്നു ഭക്ഷണം. സ്മൃതി അതിനാണ് ഒരു വാക്ക്, ദോഷൈകതിർക്ക്. മലയാളത്തിലെ വാക്ക് അതിനാണ്. ദോഷം. അപ്പോ ഒരു പൊതുയോഗം 1,00,000 ആളുകളുടെ പൊതുയോഗം അവസാനം പിരിയാൻ വേണ്ടി പോകുമ്പോൾ അതിനകത്ത് 100 ആളേ ഉള്ളൂ. ഈ 100 ആളുടെ ഫോട്ടോ എടുത്തിട്ടും കൊടുക്കാം. അത് ദോഷൈകതിർക്കാണ്. ആ പദ്ധതിക്കകത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായി ദേവസ്വം ബോർഡ് പുറത്തു പറഞ്ഞിട്ടുണ്ട്. 4000-ലേറെ. ഓരോ സ്റ്റേറ്റിലുമുള്ള എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ചായ കുടിക്കാനായിട്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആൾ വരുമോ? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾ വരുമോ? നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് അതിന് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് വസ്തുതയായിരിക്കണം ഞാൻ പറയുന്നത്. ടെൻഡർ ഇല്ലാതെ കരാർ നൽകി, ഊരാളുകളിന് ടെൻഡർ ഇല്ലാതെ കരാർ നൽകി, പിന്നീട് അവർ ഉപകരാർ നൽകി. ഇതിലൊക്കെ തന്നെയും വലിയ തോതിൽ ക്രമക്കേട് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ പലതവണ ദേവസ്വം ബോർഡ് ഇതിൽ സമയം തേടുകയാണ് ചെയ്തത്.
കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടക്കുമെന്നായപ്പോഴാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് ശ്രീ എം. പ്രകാശൻ. അതെല്ലാം നേരിടാനുള്ള കരുത്ത് ദേവസ്വം ബോർഡിനുണ്ടെന്ന്. പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇന്ന് അക്രഡിറ്റേഷൻ ഉള്ള സൊസൈറ്റിയാണത്. ഇപ്പോ പിന്നെ നിങ്ങൾ അവർക്ക് ടെൻഡർ കൊടുക്കുന്നതിന് വേണ്ടി വ്യവസ്ഥയുണ്ടെന്നുള്ളത് അക്രഡിറ്റഡ് സൊസൈറ്റി ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് അക്രഡിറ്റഡ് സൊസൈറ്റി എന്ന സംവിധാനം അറിയോ? പറയൂ. ഗവൺമെന്റ് അക്രഡിറ്റേഷൻ കൊടുത്ത ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിന് കോമ്പറ്റേറ്റീവ് ടെൻഡർ ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അക്രഡിറ്റഡ് സൊസൈറ്റിക്ക് അല്ലല്ലോ, PW റേറ്റ് ആണല്ലോ. അക്രഡിറ്റഡ് സൊസൈറ്റി ഇപ്പോ ഈ നടത്തിയിരിക്കുന്ന വർക്ക് PW റേറ്റ് ആണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. PW ഇത്തരം കാര്യങ്ങൾ 10% അധിക തുകയ്ക്ക് നൽകി. നോക്കിതൊക്കെ ഞാൻ ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് കേട്ടോ വായിക്കുന്നത്. 10% അധിക തുകയ്ക്ക് നൽകി എന്നുള്ളതാണ്. 10% അധിക തുകയ്ക്ക് നൽകുക മാത്രമല്ല, ഈ പറയുന്ന താങ്കൾ പറയുന്ന അക്രഡിറ്റഡ് ആയ ഊരാളുകൾ സൊസൈറ്റി മറ്റൊരു ഉപകരാർ നൽകുകയാണ്. നിങ്ങൾ എല്ലാ സ്മൃതി ഒറ്റ കാര്യത്തിനോട് നിങ്ങൾ മറുപടി പറയാം. ആ റിപ്പോർട്ട് ആരുടേതാ? ദേവസ്വം ബോർഡിനാണോ? ആണോ? പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങൾ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? ആരുടേതാണ് റിപ്പോർട്ട്? സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? അത് സ്പെഷ്യൽ കമ്മീഷനെ പറ്റി വേറെ ആക്ഷേപമുണ്ടല്ലോ. എന്താണ് സ്പെഷ്യൽ കമ്മീഷണർ പൈസ ഇപ്പോ സ്പെഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചല്ലേ നേരത്തെ സ്വർണം വാങ്ങിയിട്ട് അതിന് റെസീറ്റ് ഇല്ല എന്നുള്ള പിന്നെ കാര്യം സംബന്ധിച്ച് നേരത്തെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റൊരു സ്പെഷ്യൽ കമ്മീഷൻ നിങ്ങൾ അത് കണ്ടിട്ടില്ലേ? അത് വേറെ സ്പെഷ്യൽ കമ്മീഷനാണ്. ശരി. അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ ക്രമക്കേടാണ്. ദേവസ്വം ബോർഡ് മാത്രമാണ്. ദേവസ്വം ബോർഡിന് കുഴപ്പമില്ല. ദേവസ്വം ബോർഡാണ് ചെയ്തത്. സർക്കാരിന് കുഴപ്പമില്ല. സർക്കാരിന് പങ്കില്ല. ഞാൻ പറഞ്ഞ സർക്കാരിന് ഇതുമായിട്ട് ബന്ധമില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം സർക്കാർ നടത്തിയതല്ലത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. വി എൻ വാസവൻ പരിപാടി നടത്തുന്ന സമയത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പരിപാടി നടത്തുന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 75ാം വാർഷികം ആഘോഷിക്കുന്നു. 75ാം വാർഷികം ആഘോഷിക്കുന്നു. ശബരിമലയിൽ ജീവനക്കാരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയുള്ള സംവിധാനം വേണം. അതോടൊപ്പം തന്നെ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടണം, അഭിപ്രായങ്ങൾ തേടണം. അപ്പോൾ അതിലേക്ക് പ്രമുഖരെയൊക്കെ ക്ഷണിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത് സർക്കാർ എന്തിനാ പറയാൻ നിൽക്കുന്നത്? ദേവസ്വം ബോർഡിന് വിട്ടാ പോരെ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാപന. കോൺഗ്രസിനെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ബോർഡല്ലേ? ആര് നയം തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് അല്ലേ? പക്ഷെ നടത്തിയിരിക്കുന്നത് ഗവൺമെന്റ്. നിങ്ങൾ ഈ കാര്യങ്ങളെ ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. ഗവൺമെന്റ് നടത്തുന്നതൊന്നും അത് കൃത്യമായി നിങ്ങളതുകൊണ്ടാണല്ലോ നിങ്ങൾ 2 കൊല്ലക്കാലം സ്ഥിരമായിട്ട് ഈ പറയുന്ന പിന്നെ ബിരിയാണി ചെമ്പും അതുപോലെ പിന്നെ കൈതോലപ്പായും അതുപോലെ നമ്മുടെ വിഷയത്തിലേക്ക് ശബരിമലയിലെ ഒരു തരി സ്വർണം പോയാൽ പോലും രക്ഷപ്പെടരുത് എന്ന് നിങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഈ പറയുന്ന മറ്റൊരു കൊള്ളയുടെ വിവരങ്ങൾ, നിങ്ങൾ നടത്തിയ പരിപാടിയുടെ കൊള്ളയുടെ വിവരങ്ങൾ വരുന്നത് അല്ലേ? ഇന്നലെയും പറഞ്ഞല്ലോ. ഗോവിന്ദ മാഷ് ഇന്നലെയും പറഞ്ഞു. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ കേരള മുഖ്യമന്ത്രിയും ഇന്നലെയും പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരൊറ്റയാള് രക്ഷപ്പെടരുത്. അയ്യപ്പന്റെ സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ശരി, എന്താ പാർട്ടിക്ക് എന്താ പ്രശ്നം? അവര് പാർട്ടിയിലുണ്ടാവുന്നു. പാർട്ടിക്ക് പ്രശ്നമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അല്ല, അതാ പറഞ്ഞത്. ആ കൃത്യത്തിനകത്ത് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ ഈ പാർട്ടിയില്ല. അത് ധൈര്യത്തോടെ പറയട്ടെ. നിങ്ങൾ കോൺഗ്രസോട് ചോദിക്ക്. അജയ് തരകൽ ഈ കുറ്റത്തിൽ കുറ്റക്കാരനാണ്, അല്ല അടൂർ പ്രകാശ് കുറ്റക്കാരനാണ്, അതുപോലെ സോണിയാഗാന്ധി കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തിയിട്ടില്ല പ്രതികളായിട്ട്. ചെയ്യാം. അവരെ ആരും SIT ഇപ്പൊ ജയിലിലേക്ക് എത്തിച്ചിട്ടില്ലെന്നേ. SIT എത്തിക്കട്ടെ. അല്ല ജയിലില് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ കുറെ പറഞ്ഞ കാര്യമല്ലേ. നമുക്കിപ്പോ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് വരാം. ദയവ് ചെയ്ത് എന്താ അവരുടെ നമുക്കിപ്പോ തൽക്കാലം ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് വരാം. Debate with Smriti Parathikkad.